So ഇന്നത്തെ സെഷൻ ഇസ് റിഗാർഡിങ് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, എന്റെ പേര് ഹൻസ, ഞാനൊരു സോഫ്റ്റ്വെയർ ട്രെയിനർ ആണ് അറ്റ് അപ്കോഡ് സോഫ്റ്റ്വെയർ ലാബ്സ്. സോ ലെറ്റ്സ് മൂവ് ടു അവർ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ്: വാട്ട് ഇസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, വൈ ബിക്കമിങ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ചൂസ് യുവർ സ്പെഷ്യലൈസേഷൻ, അതായത് ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ് അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക്, പിന്നെ മാസ്റ്റർ കീ ടൂൾസ് ആൻഡ് ഇറ്റ്സ് ടെക്നോളജീസ്, പിന്നെ പ്രാക്ടിക്കൽ പ്രോജക്ട്സ്, കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്, അപ്കോഴ്സ് സോഫ്റ്റ്വെയർ ലാബ്സിലുള്ള കുറച്ച് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. സോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ, സോ എനിവൺ, ആർക്കെങ്കിലും വാട്ട് ഇസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, എന്താണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നുള്ളത് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ വാട്ട് ഇസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്? ഇത് ഞാൻ മാത്രം സംസാരിക്കുന്ന പോലെ ആയല്ലോ, നിങ്ങളും ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് പറയൂ അറിയുന്നെങ്കിൽ. വാട്ട് ഇസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു പ്രോസസ് ഫ്ലോ ഓട്ടോമേഷൻ ആണ്. ഓക്കെ, അപ്പം ആ പ്രോസസ് ഫ്ലോ ഓട്ടോമേഷൻ നമുക്ക് എന്തുണ്ടാവും? ക്ലയന്റ് ഉണ്ടാവും, സെർവർ ഉണ്ടാവും. യെസ്, ഓക്കെ. ക്ലയന്റ് എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ സെർവറിൽ ഹോൾഡ് ചെയ്യും. ക്ലയന്റ് എപ്പോഴാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ ഡാറ്റ ആ സമയത്ത് സെർവറിന് പുഷ് ചെയ്തുകൊണ്ട്, അപ്പൊ ഇതിന്റെ ഇടയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാനുള്ള ടൂൾസ് ആൻഡ് അവൈലബിലിറ്റീസ് പല പല രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. അപ്പൊ എന്താണ് ബിസിനസ് യൂസ് കേസ്, അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോസസ് ഫ്ലോ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. യെസ്, ഗുഡ് ഗുഡ്. എന്താണ് പേര്? ഓക്കെ, ഗുഡ്. ഓക്കെ, സോ പറഞ്ഞത് കറക്റ്റ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. സോ ഈ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി കമ്പൈനിങ് ഓൾ ദി നമ്മളെ എക്സ്പേർട്ട് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടിന്റെ അഡ്വൈസും ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ്ങും എല്ലാം കമ്പൈൻ ചെയ്തിട്ടായിരിക്കും വി വിൽ ബി സാറ്റിസ്ഫൈങ് ആ റിക്വയർമെന്റ്സ് ആൻഡ് ഗോൾ. ഓക്കെ, സോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളൊരു സംഭവം ഡിസൈൻ ചെയ്ത്, ക്രിയേറ്റ് ചെയ്ത്, ടെസ്റ്റ് ചെയ്ത്, പ്രോഗ്രാം ചെയ്ത് എല്ലാ സംഭവങ്ങളും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാകുക. സോ ആരാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാൽ? ഹൂ ഇസ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്? ആരാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്? ആരാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാല്? സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഇതിന്റെ ഈ ഒരു വർക്ക് ഫ്ലോ ഡിസൈൻ ചെയ്യുന്ന ഒരാളുണ്ടാവും. അയാള് പറയുന്ന പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ എന്താണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് വെച്ചാല്? ഹലോ, ആർക്കും പറയാനില്ല? ഓക്കെ, സോ പറഞ്ഞത് ശരിയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് വെച്ചാല് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. Okay, so software developers are essential for creating the tools and technologies that we daily use. നമ്മളൊരു ഡെയിലി കാര്യം, നമുക്ക് എന്തായാലും നമ്മളൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടാകാം. അത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഇറ്റ്സെൽഫ് അവരൊരു കുറെ സെറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് അവർ ചെയ്യുന്നുണ്ടാകാം. സോ വാട്ട് ഇസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് ഹൂ ഇസ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്നുള്ളത് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. എത്ര ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്? ബേസിക്കലി എത്ര ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്? ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർസിന് ടൈപ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസിൽ വരുന്നത് നമ്മൾ OSന്റെ സംഭവങ്ങളെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പിന്നെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ്. ഇതാണ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി എ കളക്ഷൻ ഓർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പോണൻസ്, സോഫ്റ്റ്വെയർ കമ്പോണൻസ്. ഇതൊക്കെ നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻ, അതായത് ഒരു കമ്പ്യൂട്ടർ ടു പെർഫോം ഇറ്റ്സ് ഫംഗ്ഷനാലിറ്റി ഇൻ എ പ്രോപ്പർ വേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളിപ്പം വിൻഡോസ് യൂസ് ചെയ്യാം, ലിനക്സ് യൂസ് ചെയ്യാം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് OS വരുന്നുണ്ട്. പിന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ്, ഇതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്.
പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് 2 ടൈപ്സ് വരുന്നുണ്ട്. മെയിൻലി ജനറൽ പർപ്പസും വരുന്നുണ്ട് ആൻഡ് ഓൾസോ കസ്റ്റം മെയ്ഡും വരുന്നുണ്ട്. ജനറൽ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസസ്, നമ്മൾ ഡെയിലി നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ജിമെയില്, പിന്നെ MS വേർഡ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് നമ്മളെ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. ഈ കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയർസിലാണ് നമ്മളെ വെബ് ആപ്ലിക്കേഷൻ, ഡെസ്ക്ടോപ്പ് ടൈപ്പ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ വരുന്നത്. ഇതിൽ നമ്മളിപ്പം നമ്മൾ ഈ ഒരു എറയിൽ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് വെബ് ആപ്ലിക്കേഷൻ ആണ് ഫാസ്റ്റ് മൂവിങ് ആൻഡ് ഓൾസോ ജോബ് ഓപ്പർച്യൂണിറ്റിയും ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ വെബ് ആപ്ലിക്കേഷനിലും മൊബൈൽ ആപ്ലിക്കേഷന്റെ കേസിലാണ് ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് പീസ് ഓഫ് നമ്മളെ സോഫ്റ്റ്വെയർ ഇസ് റിട്ടൺ ബൈ അഡൽ ലവ്ലേസ്. സോ ഇതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ രണ്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഇതിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. ജനറൽ പർപ്പസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മൾ ജിമെയില്, നമ്മൾ ഗൂഗിൾ ഡോക്ക്, അതൊക്കെയാണ് ജനറൽ പർപ്പസിൽ. ഇൻ ആപ്ലിക്കേഷൻ കസ്റ്റം മെയ്ഡിൽ വരുന്നതാണ് വെബ് ആപ്ലിക്കേഷന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രൗസർ, നിങ്ങളിപ്പം ഒരു ബ്രൗസറിൽ നമ്മൾ ക്രോമോ ഫയർഫോക്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് ആണ് വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാകുക. പിന്നെ ഉള്ളതാണ് മൊബൈൽ ആപ്ലിക്കേഷന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ളത് ആൻഡ്രോയിഡ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ഐഫോൺ യൂസർ ആണെങ്കിൽ നമുക്ക് ആപ്പ് സ്റ്റോർ ഉണ്ടാവും, പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോർ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും, നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും. ചിലതിന് വി നീഡ് ഇന്റർനെറ്റ്, ചിലതിന് നമുക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. ചില നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ വി ഡസൻ നീഡ് ഇന്റർനെറ്റ്, നമ്മൾ ഇന്റർനെറ്റ് ഇല്ലാണ്ട് നമുക്ക് കളിക്കാൻ പറ്റും. ചിലത് വി നീഡ് ഇന്റർനെറ്റ്. സോ ഇതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ രണ്ട് ടൈപ്പ് വരുന്നത്, ജനറൽ പർപ്പസ് ആൻഡ് ഓൾസോ നമ്മൾ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. സോ കസ്റ്റം മെയ്ഡ് ആപ്ലിക്കേഷനിൽ വെബ് ആപ്ലിക്കേഷനും മൊബൈൽ ആപ്ലിക്കേഷനും ആണ് നമ്മൾ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് ആൻഡ് ഓൾസോ ജോബ് ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു ഫീൽഡ്. പിന്നെ വരുന്നതാണ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. ഈ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ദി സോഫ്റ്റ്വെയർസ് ആർ യൂസ്ഡ് ബൈ ദി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്. അതായത് മെയിൻ ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ്. ഈ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് വെച്ചാൽ നമ്മൾ കോഡ് റൈറ്റ് ചെയ്യാൻ, അതായത് കോഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ നമ്മൾ കോഡ് എഡിറ്റർ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ട്, പൈച്ചാം ഉണ്ട്, അതൊക്കെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആണ്. സോ ദീസ് ഓൾ ആർ ദി ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. 3 ടൈപ്സ് ആണ് വരുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. സോ ഇതുവരെയുള്ളത് ക്ലിയർ അല്ലേ? വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് ഹൂ ഈസ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്നുള്ളത്? ഹലോ, ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 സ്റ്റേജസ് ആണ് ഉള്ളത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 7 സ്റ്റേജസ് ആണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. സോ ഫസ്റ്റ് വരുന്നതാണ് റിക്വയർമെന്റ് അനലൈസിസ്, പിന്നെ ഡിസൈനിങ്, ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്, ഇംപ്ലിമെന്റേഷൻ, ഡോക്യുമെന്റേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. ഈ 7 സ്റ്റേജസ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ 7 സ്റ്റേജസ് നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട സംഭവമാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റിക്വയർമെന്റ് അനലൈസിസ്. ഈ റിക്വയർമെന്റ് അനലൈസിസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് വി നീഡ് ടു അനലൈസ് ഓൾ ആർ റിക്വയർമെന്റ്സ്. അതായത് നമ്മൾ എല്ലാ സംഭവങ്ങളും, അതിനെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഗ്യാദർ ഓൺ ചെയ്യണം. എല്ലാ ഡാറ്റാസും എല്ലാ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ്, നമ്മളിപ്പം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഡാറ്റാസ് മൊത്തം കളക്ട് ചെയ്യണം. മൊത്തം റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകുക. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഡിസൈനിങ്. നമ്മൾ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തു, റിക്വയർമെന്റ്സ് ഒക്കെ എല്ലാം ഗ്യാദർ ചെയ്തതിന് ശേഷം നമ്മൾ ഡിസൈനിങ് സ്റ്റെപ്പ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഡിസൈൻ, നമുക്ക് ഒരു ക്ലയന്റ് ഒരു റിക്വയർമെന്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് അതിന് കറസ്പോണ്ടിംഗ്ലി വിത്ത് ദി ഹെൽപ്പ് ഓഫ് UX ഡിസൈനർ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഡിസൈന് ഫുൾ സെറ്റ് ആക്കി വെക്കും. സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഡെവലപ്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ ഡെവലപ്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടാകുക. കുറേ ടെക്നോളജീസ് യൂസ് ചെയ്യാം. സോ നമ്മളിപ്പം ഫ്രണ്ട് എൻഡിലാണെങ്കിൽ നമ്മൾ HTML യൂസ് ചെയ്യാം,
അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ടാകാന്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് എൻഡും ഉണ്ടാവും കറസ്പോണ്ടിംഗ്ലി. സോ നമ്മളൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആദ്യം റിക്വയർമെന്റ് അനലൈസ് ചെയ്തു, പിന്നെ ഡിസൈനിങ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് UX ഡിസൈനർ നമ്മൾ ഡിസൈൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ഡെവലപ്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയാൽ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. നമ്മൾ അതിനുശേഷം നമ്മൾ ടെസ്റ്റിംഗ് ടീമിന് നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. സോ നമ്മൾക്ക് അത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാണ്ട് അത് പെർഫെക്റ്റ് ആണോ, ഓക്കെ ആണോ, വിൽ ഇറ്റ് ബി വർക്കിംഗ് ഇറ്റ് ഇൻ ഗുഡ് മാനർ ഒന്നും നമുക്കറിയില്ല. സോ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളായിരിക്കില്ല ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകുക, ഒരു QA ടീം ഉണ്ടാകും. അവര് ടെസ്റ്റ് ചെയ്യും നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത ആ ഒരു ആപ്പ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ മൊത്തം ടെസ്റ്റ് ചെയ്യും. അതിന്റെ ഫങ്ഷനാലിറ്റി ഫുൾ വർക്കിംഗ് ആണോ ഇല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അത് നമ്മൾ യൂസറിന്, നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്ക് നമ്മൾ അത് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കും. ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക മീൻസ് ദാറ്റ് ഈസ് നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ നമ്മളൊരു യൂസറിന് യൂസ് ചെയ്യുന്ന പാകത്തിലാക്കാം എന്നുള്ളതിനെയാണ് നമ്മൾ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിപ്ലോയിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയില്ല. മേ ബി നമ്മൾ ഡിപ്ലോയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് യൂസർ യൂസ് ചെയ്യുന്ന സമയത്ത് മേ ബി കുറച്ച് എറേഴ്സ് വരാം, ബഗ്സ് വരാം. 100% ഫുള്ളും വർക്കിംഗ് ആയിരിക്കില്ല. ചില കേസസിൽ നമുക്ക് ബഗ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഓൾറെഡി ഒരു ക്ലയന്റുമായിട്ട് ഒരു പ്രോജക്റ്റ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അവരുമായിട്ട് ഒരു അഗ്രിമെന്റിൽ ഉണ്ടാകും. മേ ബി 1 year ഓഫ് മെയിൻ്റെനൻസോ അല്ലെങ്കിൽ 2 years ഓഫ് മെയിൻ്റെനൻസ് എന്നുള്ള ഒരു അഗ്രിമെന്റ് നമ്മൾ ഓൾറെഡി സൈൻ ഓൺ ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ആ ഒരു അഗ്രിമെന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിപ്ലോയ്മെന്റ്, അതായത് യൂസർ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂസോ ബഗ്സോ വരുന്ന സമയത്ത് ഒരു 1 or 2 ഒരു ഡെവലപ്മെന്റ് ഡെവലപ്പേഴ്സ് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കും. അവർ ആ ഒരു മെയിൻ്റെനൻസ് ചെയ്യും. പിന്നെ ഇതൊന്നും ചെയ്താലും കംപ്ലീറ്റ് ആവില്ല. നമ്മളൊരു ഡോക്യുമെന്റേഷനും കൂടി പ്രൊവൈഡ് ചെയ്യണം. ഡോക്യുമെന്റേഷൻ ഇൻ ദി സെൻസ് നമ്മളിപ്പം ഒരു ഇലക്ട്രോണിക്സ്, നമ്മളൊരു എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിൽ പോയി നമ്മളൊരു ഇലക്ട്രോണിക്സ് ഐറ്റം പർച്ചേസ് ചെയ്യുന്നതാണ്. സോ അത് പർച്ചേസ് ചെയ്താൽ അതല്ലേ, ഹലോ ആരെന്തൊന്നും പറയാത്ത, ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? ഓക്കെ, സോ നമുക്കൊരു യൂസർ മാനുവൽ ഉണ്ടാവും. നമ്മളൊരു എന്ത് സാധനം വാങ്ങിയാലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂസർ മാനുവൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മളൊരു ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസറിന് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു യൂസർ മാനുവൽ, ഒരു ഡോക്യുമെന്റേഷനും കൂടി പ്രൊവൈഡ് ചെയ്യും. സോ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ, നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിലുള്ള ഫങ്ഷനാലിറ്റി, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു ഡോക്യുമെന്റും കൂടി കൊടുക്കും. ദാറ്റ് ഇസ് ലൈക്ക് ഒരു സോഫ്റ്റ്വെയർ, ഒരു യൂസർ മാനുവൽ കൊടുക്കുന്ന പോലെ. ഓക്കെ, സോ ദീസ് ആർ ദി 7 stages ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. 7 സ്റ്റേജസിൽ ഫസ്റ്റ് വരുന്നതാണ് റിക്വയർമെന്റ് അനലൈസിസ്, പിന്നെ ഡിസൈനിങ് വരുന്നുണ്ട്, ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്, ഇംപ്ലിമെന്റേഷൻ, ഡോക്യുമെന്റേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. സോ ഇതൊക്കെയാണ് 7 stages ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഓക്കെ, സോ നെക്സ്റ്റ്, വൈ ബിക്കമിങ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. നിങ്ങൾ എല്ലാവരും നമ്മളെ ഒരു ഫ്രീ വെബിനാർ ഹൗ വി ക്യാൻ സ്റ്റാർട്ട് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ടൈറ്റിൽ കേട്ടിട്ട് ജോയിൻ ചെയ്തതായിരിക്കാം. സോ നിങ്ങൾ എല്ലാവരും ഇൻട്രസ്റ്റോട് കൂടി എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഡ്രീം കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തതായിരിക്കാം. സോ എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയാലുള്ള ബെനിഫിറ്റ്? നമ്മൾ കുറേ ബെനിഫിറ്റ്സ് വരുന്നുണ്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയാൽ. ദാറ്റ് ഈസ് ഹൈ ഡിമാൻഡ്. ഹൈ ഡിമാൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് ഒരു സോഫ്റ്റ്വെയർ, നമ്മളൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടെക്നോളജീന്റെ കാര്യത്തിലായാൽ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ്. അതായത് ഒരിക്കലും നമ്മൾ ആ ഒരു ടെക്നോളജിന്റെ ഗ്രാഫ് ഒരിക്കലും ഡൗൺവേർഡ്സ് ആയിരിക്കില്ല പോകുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് മൂവിങ് അപ്പ്. സോ കോൺസ്റ്റന്റ് നീഡ് ഫോർ സ്കിൽ ഡെവലപ്പേഴ്സ് ഇൻ വേരിയസ് ഇൻഡസ്ട്രി. ഏത് ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും വി ക്യാൻ സി കുറേ സ്കിൽഡ് ഡെവലപ്പേഴ്സിന് ആവശ്യമാണ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ബിക്കമിങ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. പിന്നെ ലുക്രേറ്റീവ് കരിയർ, ദാറ്റ് ഈസ് ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കരിയർ ആണ്. സാലറിന്റെ കേസിലായാലും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആയാലും നമ്മൾ ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ വി വിൽ ബി ഹാവിങ് എ കോമ്പറ്റീറ്റീവ് സാലറീസ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി. ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ദർ വിൽ ബി ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ റിമോട്ട് വർക്ക്. റിമോട്ട് വർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടും ഹൈബ്രിഡ് ആയിട്ടും എല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ.
ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീലാൻസിങ്. സോ ഫ്രീലാൻസിങ് എന്ന് വെച്ചാൽ നമ്മള് ഫ്രീ ടൈം നമ്മളൊരു കമ്പനി ഓൺ ചെയ്യുന്ന പോലെ നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് വി ക്യാൻ വർക്ക്. ദാറ്റ് ഇസ് ഫ്രീലാൻസിങ് എന്ന് പറയും. ഫ്രീലാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ വെബ്സൈറ്റ്സ് ഉണ്ട്. ആരെങ്കിലും ഐ ടി റിലേറ്റഡ് ഫ്രീലാൻസിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തില്? ഹലോ, ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില് ഐ ടി റിലേറ്റഡ് ഫ്രീലാൻസിങ് വർക്ക് ചെയ്യുന്ന? ആരില്ല? എനിവൺ? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ആരാണ് ഹാൻഡ് റൈസ് ചെയ്തത്? ആരാ ഹാൻഡ് റൈസ് ചെയ്തേ? എനിവൺ? ഓക്കെ ഓക്കെ, മുജു റബീഷ് ഫ്രീലാൻസിങ് വർക്ക് ചെയ്യാറുണ്ട് അല്ലെ? എന്തിലാണ് ചെയ്യാറ് ഫ്രീലാൻസിങ്? ഹലോ, അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാമോ? ഗ്രാഫിക് ഡിസൈനാണ്. ഓക്കെ, ഗ്രാഫിക് ഡിസൈനിങ് ആണ് ചെയ്യാറ് അല്ലെ? ഓക്കെ. സോ ഏത് വെബ്സൈറ്റ് ത്രൂ ആണോ? എങ്ങനെയാണ് ചെയ്യാറ്? നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ, നമ്മളെ വേണ്ടപ്പെട്ട അറിയപ്പെടുന്ന ആൾക്കാർ നമുക്ക് തരുന്ന വർക്കുകൾ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാറ് അല്ലെ? ഓക്കെ. സോ നമുക്ക് വെബ്സൈറ്റ്സ് ഉണ്ട്. അതായത് അപ്വർക്ക്, ടോപ്പ് ടാൽ, ഫ്രീലാൻസർ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറെ വെബ്സൈറ്റ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടും കുറെ വർക്ക്സ് ബിഡ് ചെയ്തിട്ട് കോട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ. സോ ഫ്രീലാൻസിങ് നല്ലൊരു ഓപ്ഷൻ ആണ്. ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയാലും ഒരു ടെക്നോളജി റിലേറ്റഡ് ഐ ടി റിലേറ്റഡ് വർക്ക്സിന് നിങ്ങൾ ഫ്രീലാൻസിങ് വർക്ക് ചെയ്താൽ, നിങ്ങൾ ഇപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. That is flexibility, opportunities for working as a remote and also as a freelancer. പിന്നെ ഇന്നോവേഷൻ നിങ്ങൾക്ക് ഓൾറെഡി എന്തായാലും അറിയുന്നത് തന്നെ ആയിരിക്കും. നമ്മൾ വർക്ക് ഓൺ കട്ടിങ് ഓരോ ടെക്നോളജീസും ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ഡെയിലി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പാക്ട്ഫുൾ വർക്ക്. ബിൽഡ് ടൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ദാറ്റ് ഷേപ്സ് ദി ഫ്യൂച്ചർ. നമ്മൾ ഓരോ ടെക്നോളജി എടുക്കുമ്പോഴും നമ്മൾ ആ ഒരു ഇമ്പാക്ട് കൂടി വരികയാണ് ചെയ്യുന്നത്. ഫ്യൂച്ചർ നമ്മൾ ഇനിയിപ്പം നമ്മൾ മൂവിങ് ഫോർവേഡ് ആ ഒരു ഇമ്പാക്ട് ഹൈലി ഇൻക്രീസ് ആയാണ് വരുന്നത്. സോ ദീസ് ഓൾ ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ബിക്കമിങ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയാൽ യു വിൽ ബി ഹാവിംഗ് ഒരു സ്കിൽഡ് ഡെവലപ്പേഴ്സിനെ ഏതൊരു ഇൻഡസ്ട്രിയിൽ നോക്കിയാലും there will be a constant need. അതായത് ഒരിക്കലും അതിന്റെ ഗ്രാഫ് താഴോട്ടേക്കായിരിക്കില്ല പോകുന്നുണ്ട്. ഇറ്റ് വിൽ ബി മൂവിങ് ഓൺലി അപ്വേർഡ്സ്. പിന്നെ കോമ്പറ്റീറ്റീവ് സാലറിന്റെ കേസിലായാലും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആയാലും എല്ലാം നമുക്ക് ഒരു നല്ലൊരു കരിയർ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. ഹലോ, എന്തെങ്കിലും പറയാനുണ്ടോ ആയിരിക്കും? ഹലോ, ഡൗട്ട് ചോദിക്കട്ടെ? യെസ്, ചോദിച്ചോളൂ. വിശാലമായിട്ടുള്ള ഡൗട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ മോഡലുകൾ, ഏജന്റുകളൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് നമ്മൾ എഴുതിനെക്കാട്ടി ഡബിൾ സ്പീഡിൽ കോഡ് ചെയ്തിട്ടുണ്ട്. യെസ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്, ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് നിങ്ങളിപ്പം AI കൊണ്ട് കോഡ് എഴുതിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെക്നോളജിയിൽ നോളേജ് ഉണ്ടായിരിക്കണ്ടേ? അല്ലാണ്ട് നിങ്ങളിപ്പം AI, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ChatGPT-നോട് റൈറ്റ് എ കോഡ് ഫോർ സാമ്പിൾ HTML പേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ആ കോഡ് ഒരു വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആ ഒരു കോഡ് പ്രൊവൈഡ് ചെയ്ത് തരും അല്ലെ? ChatGPT പ്രൊവൈഡ് ചെയ്ത് തരും. ബട്ട് നിങ്ങൾ ആ ഒരു ടെക്നോളജിയിൽ മേ ബി നിങ്ങൾ റൈറ്റ് ആൻഡ് സാമ്പിൾ പേജ് വിത്ത് HTML എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ChatGPT-നോട് ചോദിച്ചതെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നിങ്ങൾക്ക് അതിന്റെ കോഡ് വരും. ബട്ട് കോഡ് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു HTML എന്താണെന്നും CSS എന്താണെന്നും എങ്ങനെയാണ് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആദ്യം അറിയണ്ടേ? എങ്കിൽ മാത്രമല്ലേ അതിലുള്ള. അല്ലാണ്ട് നിങ്ങളിപ്പം ChatGPT തന്നാല് നിങ്ങൾക്ക് 100% അവരെ റിലേ ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ മാക്സിമം നിങ്ങൾ ടെക്നോളജി പഠിക്കുക. ടെക്നോളജി പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ആ ഒരു ChatGPT പ്രൊവൈഡ് ചെയ്യുന്ന സംഭവം കറക്റ്റ് ആണോ, അത് നമ്മൾ മാക്സിമം ഒരു 95% അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഡ് ശരിയായിരിക്കാം. ബട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള ഒരു നോളേജ് നമ്മളിൽ ഉണ്ടായിരിക്കണം. സോ നമ്മൾ എന്തായാലും ടെക്നോളജി പഠിക്കണം. ടെക്നോളജി പഠിച്ചിട്ട് നിങ്ങൾക്ക് ChatGPT എല്ലാം യൂസ് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ ചൂസ് എ കരിയർ പാത്ത്. സോ നമ്മളിപ്പം ഞാൻ പറഞ്ഞു വെബ് ഡെവലപ്മെന്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. നമ്മളൊരു
കരിയർ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന സമയത്ത് ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാം എന്നുള്ളത്. സോ അതിൽ തന്നെ വി വിൽ ബി ഹാവിംഗ് എ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ ആൻഡ് ഓൾസോ ബാക്ക് ആൻഡ് ഡെവലപ്പർ. ഈ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ്, ഹൂ ഇസ് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ? ആരാണ് ഈ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാല്? എനിവൺ? ആരാണ് ഈ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാല്? ഹലോ, ആർക്കും അറിയില്ല ആരാണ് ഈ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ എന്നുള്ളത്? ഡെവലപ്പേഴ്സ് പറഞ്ഞാൽ യൂസർ ഡിസൈൻ, യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ഭാഗം ഡിസൈൻ ചെയ്യണം. യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന, ഞാനിപ്പം എന്റെ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാനൊരു ബ്രൗസറിൽ flipkart.com എന്നുള്ളത് സെർച്ച് ചെയ്തപ്പം ഐ ക്യാൻ സീ ഒരു ഫ്ലിപ്കാർട്ടിന്റെ വെബ് പേജ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത് ആസ് എ യൂസർ എനിക്ക് കാണുന്ന ഏരിയയും എനിക്ക് ഇന്ററാക്ട് ചെയ്യാനും പറ്റും. ഓരോന്നും ക്ലിക്കബിൾ ആയിരിക്കും, ഓരോ സംഭവങ്ങളും എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ ഫ്രണ്ട് എൻഡ്, അതായത് UI. നമ്മൾ എന്താണ് ഒരു യൂസർ കാണുന്ന ഏരിയയാണ് നമ്മൾ UI എന്ന് പറയുന്നത്. ആ UI ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ആകാൻ വേണ്ടിയിട്ട് യു വിൽ ബി ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് ടെക്നോളജീസ് പഠിക്കണം. HTML ഉണ്ട്, HTML, ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ്, ജാവാസ്ക്രിപ്റ്റിന്റെ ഫ്രെയിംവർക്ക്, റിയാക്ട്, Next.js, അതൊക്കെയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആകാനുള്ള കുറച്ച് ടെക്നോളജീസ്. അതേപോലെ തന്നെ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സും ഉണ്ട്. ഈ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ഫ്ലിപ്കാർട്ടിന്റെ എക്സാമ്പിൾ കാണിച്ചു തന്നു. ഈ ഫ്ലിപ്കാർട്ടിന്റെ എക്സാമ്പിളില് ഈ ഒരു പോർഷൻ നല്ല വൃത്തിയായി അടിപൊളിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ബാക്കിൽ കുറെ സംഭവങ്ങൾ, ഈ ഓരോ പിക്ചേഴ്സ് വരാനും, ഈ ഒരു ടൈറ്റിൽ വരാനും, ഈ ഒരു ബാനറിന്റെ ഇമേജ് വരാനും നമുക്ക് അതിന്റെ കറസ്പോണ്ടിംഗ്ലി ആയിട്ട് ബാക്ക് എൻഡിൽ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ടാകാം. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഒരു ഡാറ്റാബേസ് ഉണ്ടാകാം. പിന്നെ ഈ എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ബാക്ക് എൻഡിലാണ് നടക്കുന്നത്. സോ ബാക്ക് എൻഡിലുള്ള ഡാറ്റാസും ബാക്ക് എൻഡിലുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ഹാവ് എ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്. സോ നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് മൂവ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം രണ്ടും അറിയാം എന്നുള്ള ഒരാളെയാണ് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നമ്മളിപ്പം ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന കേസിൽ ഞാൻ പറഞ്ഞു HTML, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട്, അതൊക്കെയാണ് ടെക്നോളജീസ് വരുന്നത്. അതിന് ബാക്ക് എൻഡിൽ വരുന്ന സമയത്ത് നമുക്ക് പൈത്തൺ ഉണ്ട്, Node.js ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിംഗ്ലി Node.js എക്സ്പ്രസ് വരുന്നുണ്ട്, ഡാറ്റാബേസ് MongoDB, Postgres, അതൊക്കെയാണ് ബാക്ക് എൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസും ഡാറ്റാബേസും. സോ ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രണ്ട് എൻഡിൽ റിയാക്ട് അറിയാം ആൻഡ് ഓൾസോ ബാക്ക് എൻഡിൽ നോഡോ പൈത്തണോ ഏതെങ്കിലും ഒരു ടെക്നോളജി അറിയാം. ഒരാൾക്ക് ഇപ്പം രണ്ടും, അതായത് ഫ്രണ്ട് എൻഡിൽ ഒരു ടെക്നോളജിയും അറിയാം, ബാക്ക് എൻഡിൽ ഒരു ടെക്നോളജിയും അറിയാം എന്നുണ്ടെങ്കിൽ വി വിൽ ബി കോളിംഗ് ഹിം ആസ് എൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. അയാൾക്ക് രണ്ടും അറിയാം, അതായത് ഫ്രണ്ട് എൻഡിൽ ഒരു ടെക്നോളജിയും അറിയാം, അതേപോലെ തന്നെ ബാക്ക് എൻഡിൽ ഒരു ടെക്നോളജിയും അറിയാം. സോ അവരെയാണ് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പം ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആകാം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറും ആകാം. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകുന്ന സമയത്ത് നിങ്ങളിപ്പം രണ്ട് ടെക്നോളജീസ് അറിയാലോ, അതായത് ഫ്രണ്ട് എൻഡിലും അറിയാം, ബാക്ക് എൻഡിലും അറിയാം. അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. നിങ്ങളിപ്പം നിങ്ങൾ ഏതെങ്കിലും കരിയർ പേജിൽ ലിങ്ക്ഡിനിലോ എവിടെയെങ്കിലും നിങ്ങൾ ചിലപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫുൾ സ്റ്റാക്ക് എന്നായിരിക്കും കാണുന്നുണ്ടാകാം. സോ ഫുൾ സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡും അറിഞ്ഞിരിക്കണം, ബാക്ക് എൻഡും അറിഞ്ഞിരിക്കണം. ഇനിയിപ്പം ഫ്രണ്ട് എൻഡ് മാത്രം അറിയുന്ന ആൾക്കാർക്ക് ബാക്ക് എൻഡ് അറിയുണ്ടാകില്ല. സോ അവര് കറക്റ്റ്ലി നമ്മൾ ആ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്നൊരു പൊസിഷനായിരിക്കും നോക്കുന്നുണ്ടാവും. സോ ഫുൾ സ്റ്റാക്ക് ആയുള്ള അഡ്വാൻറ്റേജ് രണ്ട് സൈഡിലും വർക്ക് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് എൻഡിലും വർക്ക് ചെയ്യാം, ബാക്ക് എൻഡിലും വർക്ക് ചെയ്യാം. സോ ഇതാണ് എന്താണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, എന്താണ് ബാക്ക് എൻഡ് ഡെവലപ്പർ ആൻഡ് ഹൂ ഇസ് എ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. ക്ലിയർ അല്ലേ? ഹലോ യെസ്. ഇനിയിപ്പോ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സോഫ്റ്റ് സ്കില്ല് മസ്റ്റ് ആയിട്ട് അറിയണം. സോഫ്റ്റ് സ്കിൽ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ അത് ഏതൊരു ഫീൽഡ് എടുത്താലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പം കമ്മ്യൂണിക്കേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺവേ ചെയ്യുന്ന ആൾക്കാർക്ക് ദേ വോണ്ട് ബി അണ്ടർസ്റ്റാൻഡിങ്. അതായത് എനിക്കിപ്പം ഒരു ക്ലയന്റുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവരുടെ റിക്വയർമെന്റ്സും എല്ലാ കാര്യങ്ങളും. സോ ഞാനെല്ലാം ഗ്യാദർ ഓൺ ചെയ്യും, അവർ പറയുന്ന ഡാറ്റാസും ഡീറ്റെയിൽസും എല്ലാം ഗ്യാദർ ഓൺ ചെയ്ത് ഞാൻ എന്റെ കമ്മ്യൂണിക്കേഷൻ അത്രയും പെർഫെക്റ്റ് ആയാൽ മാത്രമേ എനിക്കത് എന്റെ ടീമിനോടും
പിന്നെ ഡിസൈൻ ചെയ്യുന്ന UX ഡിസൈനറിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ സൈഡിൽ നിന്ന് നിങ്ങൾ ഇംപ്രൂവ് ആക്കേണ്ട കാര്യമാണ്. സോ കമ്മ്യൂണിക്കേഷൻ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽ ദാറ്റ് വി റിക്വയർഡ് ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. പിന്നെ വരുന്നതാണ് ഓർഗനൈസേഷൻ സ്കിൽ. ദാറ്റ് ഈസ് നമ്മൾ എല്ലാം ഹൈലി ഓർഗനൈസ്ഡ് മാനറിൽ തന്നെ മൂവ് ഓൺ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ടീം വർക്ക്. ഈ ടീം വർക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ നിങ്ങൾ ഒറ്റക്കായിരിക്കില്ല ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു ടീം ഉണ്ടാവും, മേ ബി ടീം ഓഫ് 5 അല്ലെങ്കിൽ ടീം ഓഫ് 10 അങ്ങനെ ആയിരിക്കും നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ടാകാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒറ്റക്ക് ചെയ്യുന്ന കേസും ഉണ്ടാകാം, അല്ലെങ്കിൽ ഗ്രൂപ്പ്. നമ്മളിപ്പം മെയിൻലി കമ്പനീന്റെ കേസിൽ ടീമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാകും. അപ്പം ടീമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം, നമ്മളെ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു ടീം ത്രൂ ആയിരിക്കും ചെയ്യുന്നുണ്ടാകും. സോ നിങ്ങൾക്ക് ആ ഒരു ടീം വർക്ക് എന്നുള്ള സ്കില്ല് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തെടുക്കണം. പിന്നെ പ്രോബ്ലം സോൾവിങ്. സോ ഇതൊക്കെയാണ് കുറച്ച്, അതായത് സം ഓഫ് ദി മാൻഡേറ്ററി ആയിട്ട് മസ്റ്റ് ആയിട്ട് അറിയേണ്ട ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയേണ്ട സോഫ്റ്റ് സ്കിൽസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹാർഡ് സ്കിൽസ്. സോ എന്താണ് ഈ ഹാർഡ് സ്കിൽസ്? നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹാർഡ് സ്കിൽസ് അറിയണം. സോഫ്റ്റ് സ്കിൽസ് എന്താണെന്നുള്ള പറഞ്ഞു. സോഫ്റ്റ് സ്കിൽ എന്ന് വെച്ചാൽ അത് നമ്മളായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട സംഭവങ്ങളാണ്. സോ ഹാർഡ് സ്കിൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡെവലപ്മെന്റ് പ്രോസസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഫ്രണ്ട് എൻഡിന്റെ കേസിൽ നിങ്ങൾ കുറച്ച് ടെക്നോളജീസ് പഠിക്കണം എന്ന് പറഞ്ഞു. HTML പഠിക്കണം, ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം, റിയാക്ട് പഠിക്കണം, നെക്സ്റ്റ് പഠിക്കണം, അങ്ങനത്തെ കുറച്ച് ഡെവലപ്മെന്റ് ടെക്നോളജീസ് പഠിക്കണം. ഇനി ബാക്ക് എൻഡിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ Node.js, പൈത്തൺ, അങ്ങനത്തെ കുറച്ച് ഡെവലപ്മെന്റ് ടെക്നോളജീസ് പഠിക്കണം. സോ അതാണ് ഹാർഡ് സ്കിൽ. അതൊക്കെയാണ് ഹാർഡ് സ്കിൽസിൽ വരുന്നത്. പിന്നെ ഡാറ്റാബേസ്, അതായത് നമ്മളിപ്പം ബാക്ക് എൻഡിന്റെ സൈഡിൽ, അതായത് ഫ്രണ്ട് എൻഡിന് വേണ്ട എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ ബി ഹാവിങ് എ ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ആണ് വിച്ച് വിൽ ബി ഓർഗനൈസിങ് ആ ഡാറ്റ ഇൻ എ വെൽ സ്ട്രക്ചേർഡ് മാനർ. നമ്മളെ ഡാറ്റാസ് കറക്റ്റ് ആയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവം, ഒരു സോഫ്റ്റ്വെയർ ടൈപ്പിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അത് നമുക്ക് മേ ബി MongoDB യൂസ് ചെയ്യാം. കുറച്ച് നമ്മൾ അതിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അതൊക്കെയാണ് ഹാർഡ് സ്കിൽസ് നിങ്ങൾ മെയിൻ ആയിട്ട് അറിയേണ്ടത്. പിന്നെ വരുന്നതാണ് വേർഷൻ കൺട്രോൾ. ഞാൻ പറഞ്ഞു നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്കൊരു ടാസ്ക് കിട്ടി. ഞാനിപ്പം ഇവിടെ കാണിച്ച പോലെ ഈ ഒരു ഫ്ലിപ്കാർട്ടിന്റെ കേസിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ ഇതിനെ നമ്മൾ പറയുന്നത് ഹെഡർ പോർഷൻ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ കൂട്ടത്തിൽ ആയിരിക്കെങ്കിലും, അല്ലെങ്കിൽ ഞാനിപ്പം എന്റെ കേസിൽ എടുക്കുന്നതാണെങ്കിൽ എനിക്ക് ഈ ഒരു ഹെഡർ പോർഷൻ ഡിസൈൻ ചെയ്യാനാണ് എന്റെ ടീം മാനേജർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ അതിന് കറസ്പോണ്ടിംഗ്ലി ഞാൻ അത് ഡെവലപ്പ് ചെയ്യും. അതിന് കറസ്പോണ്ടിംഗ്ലി കോഡ് ഞാൻ റൈറ്റ് ഓൺ ചെയ്യും. സോ റൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ ലോക്കൽ സിസ്റ്റത്തിലായിരിക്കും ഞാൻ എന്റെ കോഡ് ചെയ്യുന്നുണ്ടാകുക. ഞാൻ എന്റെ ലോക്കൽ സിസ്റ്റത്തിൽ അതിന്റെ കറസ്പോണ്ടിംഗ്ലി ആയിട്ട് ഞാൻ ടെക്നോളജി ഏതാണ്, റിയാക്ട് വെച്ചിട്ടുള്ള ഒരു ടെക്നോളജി വെച്ചിട്ട് ഞാൻ ആ ഒരു ഹെഡർ പോർഷൻ ഞാൻ കോഡ് റൈറ്റ് ഡൗൺ ചെയ്യും. സോ ആ ഒരു കോഡ് എന്റെ ലോക്കൽ സിസ്റ്റത്തിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബട്ട് നമ്മളൊരു ആസ് എ ടീം, ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ എന്റെ ആ ഒരു കോഡ്, എന്റെ ലോക്കൽ സിസ്റ്റത്തിലുള്ള കോഡ് ബാക്കിയുള്ള ആൾക്കാർക്കും, ബാക്കിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് 10 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 5, അവർക്കും കൂടി ആ ഒരു കോഡ് കാണണം. അതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ, അതായത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. സോ അതൊക്കെ കമ്പൈൻ ചെയ്ത് ഞാൻ ചെയ്ത ഒരു കോഡ്, ഞാൻ എന്റെ ലോക്കൽ സിസ്റ്റത്തിൽ ചെയ്ത കോഡ് നമ്മളിപ്പം ഒരു ഫോട്ടോന്റെ കേസിൽ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ എന്റെ ഫോട്ടോ എന്റെ ലോക്കൽ എന്റെ മൊബൈലോ അങ്ങനെ എവിടെയും ഞാനിപ്പം പബ്ലിക് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യണം. സോ അതേപോലെ തന്നെ ഞാൻ ചെയ്ത കോഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മളിപ്പം വേർഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് ഗിറ്റ് എന്ന് പറയുന്ന ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാകുക. സോ അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മൾ സെയിം മാനർ നമ്മളൊരു ഫോട്ടോ നമ്മളിപ്പം പബ്ലിക് ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ത്രൂ അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ചെയ്തു വെച്ച കോഡ് നമ്മൾക്ക് ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അപ്ലോഡ് ചെയ്യണം. സോ നമ്മൾ ഗിറ്റിൽ പുഷിങ് എന്നാണ് പറയാന്. സോ ആ ഒരു ഗിറ്റ്, അതായത് ഗിറ്റ് വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നതാണ് API ഇന്റഗ്രേഷൻ. API എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നാണ്. നമ്മൾ ഈ ഒരു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണം. സോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു API ഇന്റഗ്രേഷൻ കൂടി ഉണ്ട്. ആ ഒരു പോർഷനും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ദീസ് ഓൾ ആർ ദി ഹാർഡ് സ്കിൽസ് ദാറ്റ് റിക്വയർഡ്. കുറച്ച് സം ഓഫ് ദി മസ്റ്റ് ആയിട്ട് അറിയേണ്ട ഹാർഡ് സ്കിൽസ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് അറിയേണ്ട ഹാർഡ് സ്കിൽസ് ആണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
ക്ലിയർ അല്ലേ? ഹലോ ഹലോ Yes, ma'am. ഓക്കെ. സോ നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുവരെയുള്ളതിൽ? No. ഓക്കെ. സോ നെക്സ്റ്റ് ഞാനിപ്പം പറഞ്ഞു ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്താണെന്ന് പറഞ്ഞു, ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ എന്താണെന്നുള്ളതും പറഞ്ഞു. സോ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആകുന്ന സമയത്ത് എന്തൊക്കെയാണ് ടെക്നോളജീസ് പഠിക്കേണ്ടതും പറഞ്ഞു, ബാക്ക് എൻഡ് ഡെവലപ്പർ ആകുന്ന സമയത്ത് എന്തൊക്കെയാണ് ടെക്നോളജീസ് പഠിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. സോ നമ്മൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സെൽഫ് ലേൺ ചെയ്യാം ഈ എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് സെൽഫ് ലേൺ ചെയ്യാൻ പറ്റും. യൂട്യൂബിലൊക്കെ കുറെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് സെൽഫ് ലേൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്കോഡ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ബട്ട് നിങ്ങളിപ്പം സെൽഫ് ലേൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ പഠിക്കുന്ന സമയത്തോ നിങ്ങൾ പഠിക്കൽ മാത്രമായിരിക്കില്ല നിങ്ങളെ എയിം. അതായത് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇറ്റ് ഇസ് വെരി സിമ്പിൾ, ഐ ക്യാൻ ഡു ദാറ്റ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ഓരോ കോഡിങ്ങും ചെയ്യുന്ന സമയത്താണ് നമ്മൾ എവിടെയാണ് സ്റ്റക്ക് ആകുന്നത് എന്നുള്ളത് മനസ്സിലാകുള്ളൂ. നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ് ഇസ് വെരി സിമ്പിൾ, ഐ ക്യാൻ ഡു ദാറ്റ് എന്നുള്ളതായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുന്നുണ്ടാവുക. ബട്ട് നമ്മൾ ഓരോ ടെക്നോളജി, നിങ്ങളിപ്പം HTML, നിങ്ങളിപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു HTML പഠിച്ചു, വീഡിയോസ് ആണ് നിങ്ങൾ കണ്ട് പഠിച്ച് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തറോ അല്ല, നിങ്ങൾ അതിൽ കോൺഫിഡന്റ് അല്ല, നിങ്ങൾ അതിൽ പ്രൊജക്റ്റും പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ടെക്നോളജിയിൽ 100% കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഫ്രണ്ട് എൻഡിലായിക്കോട്ടെ ബാക്ക് എൻഡിലായിക്കോട്ടെ, നിങ്ങൾ ടെക്നോളജീസ് പഠിച്ചാൽ, അതായത് ജസ്റ്റ് ആ വീഡിയോ കണ്ടത് കൊണ്ട് നിങ്ങൾ ആ ഒരു ടെക്നോളജി പഠിച്ചെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈ കോഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ബിൽഡ് ചെയ്യേണ്ട, ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്നോളജി പഠിച്ചാൽ, നിങ്ങളിപ്പം റിയാക്ട് ഫ്രണ്ട് എൻഡിൽ റിയാക്ട് പഠിച്ചു അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ Node.js പഠിച്ചാൽ, അതായത് ആ ഒരു ടെക്നോളജി പഠിച്ചാൽ നിങ്ങൾ മാക്സിമം പ്രോജക്ട്സ് ചെയ്യാം, മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഒരു ടെക്നോളജിയിൽ തറവാകുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു HTML പഠിച്ചു, HTML ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും പഠിച്ചു, ഒരു സാമ്പിൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവം പഠിച്ചു, അത് ബേസിക് ആയ കാര്യം. പിന്നെ നിങ്ങൾ HTML ജാവാസ്ക്രിപ്റ്റ് പഠിക്കും, ജാവാസ്ക്രിപ്റ്റിന് അതിന്റെ റിയാക്ട് പഠിക്കും, പിന്നെ നിങ്ങൾക്ക് റിയാക്ട് വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ച് പ്രോജക്ട്സ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ആ ബിഗിനർ എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ ഒരു പ്രോ വേർഷനിലേക്കായിട്ട് മാറും. നിങ്ങൾ ഓരോ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടെക്നോളജിയിൽ നിങ്ങൾ കോൺഫിഡന്റ്, അതായത് ആ ഒരു 100% കോൺഫിഡൻസ് ആണ് ബിൽഡ് ചെയ്ത് വരുന്നത്. സോ നിങ്ങൾ മാക്സിമം പ്രോജക്ട്സ് ചെയ്യാം. ഓരോ ടെക്നോളജി പഠിക്കുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ വീഡിയോസ് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അത് പഠിക്കൂല. നിങ്ങൾ മാക്സിമം കോഡിങ് ചെയ്യാം, മാക്സിമം മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്യാം. നിങ്ങളിപ്പം HTML, CSS, ബൂട്ട്സ്ട്രാപ്പ് ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് പോർട്ട്ഫോളിയോ. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് HTML ഉം CSS ഉം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, ഈ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു HTML and CSS വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഓരോ ടെക്നോളജിയും നിങ്ങൾ പഠിച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോൺഫിഡൻസ് ആണ് ബിൽഡ് ചെയ്ത് വരുന്നത്. അതായത് നിങ്ങളൊരു ബിഗിനർ ലെവലിൽ നിന്ന് നിങ്ങൾ ഓരോ പ്രോജക്ട്സ് ചെയ്യുമ്പോഴും മൾട്ടിപ്പിൾ ആയി പ്രോജക്ട്സ് ചെയ്യുന്ന സമയത്ത് യു ആർ ബിക്കമിങ് എ പ്രോ, അതായത് ഒരു പ്രൊഫഷണൽ ആയി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓപ്പൺ സോഴ്സ് കുറേ ഓപ്പൺ സോഴ്സ്, ഈ കിറ്റിലൊക്കെ കുറേ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് ഉണ്ടാവും, അതിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ്. സോ യു ക്യാൻ കോൺട്രിബ്യൂട്ട് ആസ് മച്ച് ആസ് പോസിബിൾ ടു ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ്. പിന്നെ വരുന്നതാണ് ഫ്രീലാൻസിങ്. ഫ്രീലാൻസിങ് എന്താണെന്നുള്ളതും നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ പ്രോജക്ട്, അതായത് നിങ്ങൾ ടെക്നോളജി പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, മാക്സിമം മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്യണം. പ്രോജക്ട്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ടെക്നോളജിയിൽ തറവാകുള്ളൂ. നിങ്ങളൊരു ബിഗിനർ എന്നുള്ള ലെവലിൽ നിന്ന് നിങ്ങളൊരു പ്രോ ലെവലിൽ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ പ്രാക്ടിക്കൽ പ്രോജക്ട്സ് ചെയ്യണം. ഓക്കെ. പിന്നെ നിങ്ങൾ ഒരു ടെക്നോളജി പഠിച്ചു, അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. യു ഷുഡ് കണ്ടിന്യൂസ്ലി ലേണിംഗ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നത് സൂപ്പർ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഈ ഒരു ഡെവലപ്മെന്റ് ഫീൽഡിലായാലും നമ്മുടെ ഒരു ടെക്നോളജി IT റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. കണ്ടിന്യൂസ് ആയി പഠിച്ചാൽ മാത്രമേ വി വിൽ ബി ഹാവിങ് എ ഗ്രോത്ത്. അതായത് ഞാനിപ്പോ മേ ബി ഒരാള് 2004 പാസ് ഔട്ട് ആയ, ഒരു മേ ബി BTech പാസ് ഔട്ട് ആയ ആളായിരിക്കാം.
അയാൾക്ക് ഇപ്പം 2024 25 ഉള്ള ടെക്നോളജീസിനെ കുറിച്ച് അയാൾ കണ്ടിന്യൂസ് ആയി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിനെ കുറിച്ചിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അറിയണ്ടാകില്ല. പഠിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു ടെക്നോളജി എന്താണ്, ഏതൊക്കെ ടെക്നോളജി ഇപ്പം വന്നു, എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അയാൾക്ക് അറിയണ്ടാവും. സോ ഈ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ലൈക്ക് കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുള്ളൂ. സോ നമുക്കറിയാം ടെക്നോളജി ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ്. സോ നമ്മൾ ഓരോ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളും അത് പഠിച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ യു ക്യാൻ എൻഗേജ് വിത്ത് ഡെവലപ്പർ കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾ എൻഗേജ്ഡ് ആകാം. യു ക്യാൻ ഓൾസോ അറ്റൻഡ് സം കോൺഫറൻസസ്, വർക്ക്ഷോപ്സ്, വെബിനാർസ്, അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ്ലി അറ്റൻഡ് ചെയ്യുക. സോ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നിങ്ങൾ ലേണിംഗ് പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കാരിയർ ഓപ്പർച്യൂണിറ്റീസ്. നമ്മളിപ്പം ഫ്രണ്ട് എൻഡ് എന്താണെന്ന് പറഞ്ഞു, ബാക്ക് എൻഡ് എന്താണെന്ന് പറഞ്ഞു, എന്തെല്ലാം ഫുൾ സ്റ്റാക്ക് എന്താണ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാം. ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫ്രണ്ട് എൻഡിൽ ഒരു ടെക്നോളജി അറിയാം, അതേപോലെ തന്നെ ബാക്ക് എൻഡിൽ ഒരു ടെക്നോളജി അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നാണ് പറയുന്നത്. ദേ ക്യാൻ വർക്ക്സ് ഓൺ വൈഡ് റേഞ്ച് ഓഫ് പ്രോജക്ട്സ്. അതായത് നിങ്ങൾ ഫ്രണ്ട് എൻഡ് മാത്രം അറിയുന്ന ആൾക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാം. ഇനിയിപ്പം ബാക്ക് എൻഡ് മാത്രം അറിയുന്ന ആൾക്ക് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യാം. ഫുൾ സ്റ്റാക്ക് ആണെങ്കിൽ രണ്ട് സൈഡും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതായത് ഡെവലപ്പ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആൻഡ് സൊല്യൂഷൻസ് ഫോർ വേരിയസ് ഇൻഡസ്ട്രീസ്, വെബ് ഡെവലപ്പർ ആകാം, ടെക്നിക്കൽ ലീഡ് ആകാം, പിന്നെ സോഫ്റ്റ്വെയർ, അതായത് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അതായത് QA എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ക്വാളിറ്റി അഷ്യൂറൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഡക്റ്റ് മാനേജർ അല്ലെങ്കിൽ പ്രോജക്ട് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മാനേജർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു 7 സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വി ഹാവ് 7 സ്റ്റേജസ്. ആ ഒരു സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് സ്റ്റേജ് വരെ മാനേജ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോജക്ട് മാനേജർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ക്ലയന്റുമായിട്ട് ഒരു മീറ്റപ്പ് നടത്തും. ആ ഒരു മൊത്തം പ്രോസസ്സും കൺട്രോൾ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് A to Z കാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് മാനേജർ അല്ലെങ്കിൽ ഒരു പ്രോജക്ട് മാനേജർ എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ദാറ്റ് ഇസ് ഡാറ്റ അനലിസ്റ്റിന്റെ കേസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാസ് മാനിപ്പുലേറ്റ് ചെയ്യാനും ചേഞ്ചസ് വരുത്താൻ അങ്ങനത്തെ സംഭവങ്ങളായിട്ടും. ദീസ് ഓൾ ആർ ദി കാരിയർ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ക്യാൻ വർക്ക് ഓൺ വെൻ യു ആർ ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഒരു ഡെവലപ്പർ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്കോഡിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാം എന്നുള്ളത് പറഞ്ഞു. സെൽഫായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും. ആ ഒരു കേസിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ ഇപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ കാണാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എല്ലാം നോക്കി വെച്ചു, തലേന്ന് നോക്കി വെച്ചു. ബട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഐ വിൽ ബി തിങ്കിങ് ദാറ്റ് പോയി നാളെ സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു മൈൻഡ് നിങ്ങളുടെ മെന്റാലിറ്റി ആയിരിക്കും ഉണ്ടാകരുത്. നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വീഡിയോസ് കാണണം. പിന്നെ നിങ്ങൾ മേ ബി ഒരു 2-3 വീഡിയോസ് കണ്ടാല് നിങ്ങൾ വിചാരിക്കും ഇനി നെക്സ്റ്റ് മന്താ അല്ലെങ്കിൽ ഒരു കുറച്ച് ബ്രേക്ക് എടുക്കാം. ആ ഒരു രീതിയിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവും. സോ മേ ബി 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടോ കംപ്ലീറ്റ് ആകേണ്ട വീഡിയോ നിങ്ങൾ ഒരു 2 months 3 months എടുക്കാം. നിങ്ങൾ സെൽഫ് ലേൺ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ അഗ്രസീവ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ഈ ഒരു കേസ് ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവും. സോ 2 months 3 months കൊണ്ടും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യും. മിക്ക ആൾക്കാരുടെ കേസും അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരു 3 മാസം എല്ലാം കംപ്ലീറ്റ് ആയത് എന്താ പഠിച്ച് ഫിനിഷ് ആകാത്ത എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകാം. സോ മാക്സിമം നിങ്ങൾ സെൽഫ് ലേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്കോഡ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം. നമ്മൾ കുറെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് എൻഡിൽ കോഴ്സസ്, റിയാക്ടിന്റെ മാസ്റ്റർ ഇന്റേൺഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക് എൻഡിൽ Node.js, Python, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ആണ്. MERN സ്റ്റാക്ക്, റിയാക്ട് + പൈത്തൺ, കുറെ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ AI, നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് AI പവേർഡ്, അതായത് ഒരു AI മൊഡ്യൂളും കൂടി എല്ലാ പ്രോഗ്രാംസിന്റെ കൂടിയും ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു കോഴ്സസ് ചൂസ് ചെയ്യാം. പിന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നൊരു കോഴ്സ് ഉണ്ട്, മാനുവൽ ഓട്ടോമേഷൻ എല്ലാം നമ്മൾ
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഡാറ്റ സയന്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, AI+ML കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മളെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. നെക്സ്റ്റ് ഞാനിപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എന്താണ് HTML, എന്താണ് CSS. സോ ഇതിലുള്ള മിക്ക ആൾക്കാരും ഒരു IT റിലേറ്റഡ് അല്ലാത്ത ആൾക്കാരായിരിക്കാം. സോ നിങ്ങൾ കേൾക്കുമ്പോൾ HTML എന്താണ്, CSS എന്താണെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വിചാരിക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഫ്രീ ട്രയൽ വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് എൻ ബൂട്ട് ക്യാമ്പ് എന്ന് വെച്ചാൽ 7 days അഗ്രസീവ് പ്രോഗ്രാം ആണ്, ഫ്രീ ആണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ മേ ബി എന്താണ് കോഴ്സ് എന്ന് അറിയാണ്ടായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവും. സോ നമ്മളൊരു ഫ്രീ ട്രയൽ, ഒരു 7 days ഫ്രീ ട്രയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ടെക്നോളജി, എന്താണ് ഈ സംഭവങ്ങൾ, HTML എന്താണ്, CSS എന്താണ്, ബൂട്ട്സ്ട്രാപ്പ് എന്താണ്, ജാവാസ്ക്രിപ്റ്റ് എന്താണ്, പൈത്തൺ എന്താണ്, പൈത്തന്റെ ഫ്ലാസ്ക് എന്താണ്, എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. 7 days ഫ്രീ ട്രയൽ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ AI ബൂട്ട് ക്യാമ്പും ഉണ്ട്. AI ബൂട്ട് ക്യാമ്പിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ AI and ML ബേസിക്സ് കവർ ചെയ്യും. പൈത്തൺ കോഴ്സ് ഉണ്ടാകും, LLM ബേസിക്സ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഒരു ചാറ്റ് ബോട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രോജക്റ്റും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതും 7 days തന്നെയാണ് വരുന്നത്. സോ ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എന്താണ് സംഭവം, എനിക്കും പറ്റുന്ന സംഭവമാണ്, എല്ലാവർക്കും പറ്റുന്ന സംഭവം തന്നെയാണ്. സോ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് യു ക്യാൻ മൂവ് ഫോർവേഡ്. ഓക്കെ, സോ ഇതൊക്കെ 7 days ഫ്രീ ട്രയലിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഇതാണ് ഇന്നത്തെ സെഷൻ. സോ ഞാൻ ആ ഒരു ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? Who wrote the world's first piece of software? ഹലോ, ആരും നോട്ട് ചെയ്തിട്ടില്ല ആൻസർ? ഹലോ, ആൻസർ എ അല്ലേ? ആരാ പറഞ്ഞത്? പേര് പറയാമോ? ഫാത്തിമ റജ്ല. ഫാത്തിമ റജില. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ പറയാനുണ്ടോ? ഫാത്തിമ റജില മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഹലോ, ഓക്കെ, ഫാത്തിമ റജില പറഞ്ഞത് കറക്റ്റ് ആണ്. വേറെ ആരും ആൻസർ പറഞ്ഞിട്ടില്ല. അഡലൗലീസ് തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പറഞ്ഞോളൂ. ലോജിക്കൽ റീസണിങ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എങ്ങനെയാണ് റിലേഷൻ? ഏത് ലോജിക്കൽ റീസണിങ്? നമ്മളിപ്പം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യണം. നമ്മളിപ്പം ഒരു ചെറിയൊരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും നമ്മൾ അതിന്റെ ബാക്കിൽ എങ്ങനെയാണ് ലോജിക്കായിട്ട് അതിന്റെ റീസൺ ബിഹൈൻഡ്, നമ്മൾ എങ്ങനെയാണ് ആ ഒരു സംഭവം വരുന്നത് എന്ന് നമ്മൾ ആ ഒരു ലോജിക്കായിട്ട് നമ്മൾ തിങ്ക് ചെയ്യണമല്ലോ. സോ നമ്മളൊരു ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് വരേണ്ട സംഭവമാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്കില്ല്, ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്ന സ്കില്ലും എല്ലാം ഇംപ്രൂവ് ആയിട്ട് വരും. സോ നിങ്ങൾ ഒരു സംഭവം, എന്ത് കാര്യമായാലും നമുക്കൊരു ലോജിക്കൽ തിങ്കിങ് ഉണ്ടാകും ഇല്ലേ? നിങ്ങളിപ്പം ഫ്ലോ ചാർട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഫ്ലോ ചാർട്ടിലെല്ലാം നമ്മൾ അതിന്റെ ലോജിക് ആദ്യം നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യും അല്ലെ? അതേപോലെ തന്നെ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ ഫ്ലോ ചാർട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ റൈറ്റ് ഡൗൺ, അതിന്റെ മൊത്തത്തിലുള്ള ലോജിക്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യും. എന്നിട്ടായിരിക്കും, അതാണ് ആ ഒരു റിക്വയർമെന്റ് അനലൈസിസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറും സോഫ്റ്റ്വെയർ ഡെവലപ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താ? സോഫ്റ്റ്വെയർ ഡെവലപ്പറും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് വെച്ചാൽ അവർക്ക് മേ ബി ഒരു IT അഡ്മിനിസ്ട്രേഷൻ എല്ലാ സൈറ്റിനും വർക്ക് ചെയ്യാം. ഡെവലപ്പർ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡെവലപ്പർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ വർക്ക് ആസ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം, സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ കുറെ ടൈപ്സ് ഉണ്ടല്ലോ. ഈ ഡെവലപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോഡ് ചെയ്യുന്ന ആൾക്കാർ, കോഡ് റൈറ്റ് ചെയ്ത്, അതായത് പ്രോഗ്രാമേഴ്സ്, ഒരു കോഡേഴ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഒരു ഹാൻഡി റോബോട്ട്. നമ്മൾ കോഡിങ് ചെയ്യുന്ന ആൾക്കാരെയാണ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സാലറി ആർക്ക് കൂടുതൽ, എഞ്ചിനീയർക്കാണോ ഡെവലപ്പർക്കാണോ? അതിപ്പം ബേസ്ഡ് ഓൺ ഡെവലപ്പേഴ്സിനാകാം. ഡെവലപ്പേഴ്സിന് ആകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡെവലപ്പേഴ്സ് എന്നുള്ളൊരു റോളില് നമ്മളൊരു ടെക്നോളജി ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഓരോ ആപ്ലിക്കേഷൻസിലും അത് ഇൻക്രീസ് ആയിക്കൊണ്ടല്ലേ നിൽക്കുന്നത്. സോ ആ ഒരു കോൺസ്റ്റന്റ് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഡെവലപ്പേഴ്സിനായിരിക്കാം കൂടുതൽ ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു ബേസ് ചെയ്തിട്ടായിരിക്കും സാലറീസ് ഒക്കെ വരുന്നുണ്ടാകുക. ഓക്കെ, നമ്മളിവിടുന്ന് കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബേസ്ഡ് അപ്പോൺ നമുക്ക് ഏത് ലെവലിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്കോഡിൽ എങ്ങനെ നിന്നാണെങ്കിൽ മനസ്സിലായില്ല, ഒന്നുകൂടെ ചോദിക്കാമോ? നമ്മൾ അപ്കോഡിന് ഒരു കോഴ്സ് എടുത്ത് ഓക്കെ 6 month കോഴ്സ് എടുത്ത് ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങുകയാണെങ്കിൽ എനിക്ക് ഏത് ലെവലിലുള്ള എക്സ്പീരിയൻസ് അഷുറൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റും? ദാറ്റ് ഇസ് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം നമ്മൾ അഷുറൻസ് ചെയ്യുന്നത് നിങ്ങളിപ്പം കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പം അപ്കോഡ് നിന്നാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും വീഡിയോസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ടെക്നോളജി പഠിച്ചാലും നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ട് കംപ്ലീറ്റ് ആക്കൽ മാത്രമല്ല, നമ്മൾ മാക്സിമം പ്രോജക്ട്സ് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. പ്രോജക്ട്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഒരു ടെക്നോളജിയിൽ തറവാകുള്ളൂ. സോ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും ടെക്നോളജീസ് പഠിച്ച് പ്രാക്ടിക്കൽ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ. സോ ആ ഒരു ടെക്നോളജിയിൽ നിങ്ങൾ എത്രത്തോളം തറവാകുന്ന, ഐ മീൻ എത്ര പ്രോജക്ട്സ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ തറവാകും. നമ്മളെ സൈഡിൽ നിന്ന് മാക്സിമം പ്രോജക്ട്സും ലൈവ് പ്രോജക്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു 6 months കോഴ്സ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഉദ്ദേശിക്കുന്ന ഈ ലൈവ് പ്രോജക്റ്റ് എക്സാമ്പിൾ എങ്ങനെയാന്ന് പറഞ്ഞത്? ലൈവ് പ്രോജക്ട് വെച്ചാല് ഒരു മിനിറ്റ്, ഞാൻ മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച സമയത്ത് ഒരു ഫ്ലിപ്കാർട്ട് ക്ലോൺ, ആമസോൺ ക്ലോൺ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അവിടെ ചോദിച്ചു, ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ ഉപയോഗിക്കുന്നത് ആ ഒരു സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് സെർച്ച് ആണ്. അപ്പൊ അത് പഠിപ്പിച്ചു തരുന്ന ചോദിച്ചു. അല്ല, അത് ഞങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO ആണോ ചോദിക്കുന്നത്? അല്ലല്ല, അവര് ബൾക്കായിട്ട് ഇപ്പം ഫ്ലിപ്കാർട്ടിൽ കോടാനുകോടി പ്രൊഡക്ട്സുകൾ ഉണ്ട്, പല പല വെൻഡേഴ്സിന്റെ പ്രോഡക്റ്റുകൾ. അപ്പം ഇതൊരു ഡാറ്റാബേസ് എഞ്ചിനിലോട്ട് സെർച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു സ്ലോ ഡൗൺ ആവും. അപ്പൊ അതിന് അവര് യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണ്? ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് എലാസ്റ്റിക് സെർച്ച്. ആ എലാസ്റ്റിക് സെർച്ച് പഠിപ്പിച്ചിരുന്നു ചോദിച്ചപ്പോ അവര് പറഞ്ഞു അങ്ങനത്തെ കണ്ടന്റ് ഒന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് റെസ്റ്റ് API-യിലൂടെയാണുള്ളത്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചത്, അപ്പൊ നമുക്ക് കിട്ടേണ്ടത് ആ ഒരു ടെക്നോളജി എലാസ്റ്റിക് സെർച്ച് ആണ്. അപ്പൊ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? അപ്പൊ അത് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് വലിയ ഡാറ്റ സെറ്റിന്റെ മുകളിൽ കൊറീസിന്റെ ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ലെവലിലുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഫ്ലിപ്കാർട്ട് ക്ലോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ലൈവ് പ്രോജക്റ്റ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അവരധികം ഉപയോഗിക്കുന്ന ടെക് സ്റ്റാക്കുകളിലോട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമല്ല നമുക്ക് ആ ഒരു ടെക്നോളജി എന്താണ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് ലൈവ് പ്രോജക്റ്റ് എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ, തസ്നി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് ഈ ഒരു അപ്കോഡ് എന്ന് വെച്ചാല് നമ്മള് കീബോർഡിന്റെ ഒരു ട്രെയിനിങ് ഡിവിഷൻ ആണ്. ഓക്കെ, സോ നമ്മള് ലൈവ് പ്രോജക്റ്റ് എന്ന് വെച്ചാല് നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മള് ലൈവ് ആയിട്ടുള്ള നമ്മള് ഓൾറെഡി കീബോർഡിലുള്ള പ്രോജക്റ്റ്, അതായത് നമ്മളൊരു ക്ലയന്റും ആയിട്ടുള്ള പ്രോജക്റ്റ് തന്നെ ആയിരിക്കും നിങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, സോ അതിന് ഓൺ ജോബ് ട്രെയിനിങ് എന്നാണ് നമ്മൾ പറയാന്. നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ആയാല്, നിങ്ങൾ ഒരു വിത്തിൻ 6 months കോഴ്സ് കംപ്ലീറ്റ് ആയാലും നമ്മൾ ഓൺ ജോബ് ട്രെയിനിങ്ങിലേക്ക് ആഡ് ഓൺ ചെയ്യും. സോ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ലൈവ് ആയിട്ടുള്ള സംഭവം തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും സ്റ്റുഡന്റ് ഉണ്ടോ? നിഷാദെല്ലാം ലീവ് ചെയ്തു അല്ലെ? ഓക്കെ, സോ നമ്മള് ലൈവ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കീബോർഡിന്റെ അണ്ടറിലുള്ള ഏതെങ്കിലും പ്രോജക്റ്റിൽ ഓൺ ജോബ് ട്രെയിനി ആയിട്ടായിരിക്കും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാകുക. സോ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടി ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൻസ ഒരു മിനിറ്റ്, ഈ സംസാരിക്കുന്ന ആളുടെ നെയിം ഒന്ന് പറയോ? FT എന്നാണ് കാണുന്നത്. എന്റെ പേര് ഫാൽ. ഞങ്ങളെ നദീമ എന്നുള്ള ആളുടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ലൈവ് പ്രൊജക്ട് കൊടുക്കുന്നത് ആമസോൺ ക്ലോണിംഗ് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ആപ്ലിക്കേഷന്റെ ക്ലോണിംഗ് അല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കീബോർഡ് നമുക്കൊരു പാരന്റ് കമ്പനി ആയിട്ട് സോഫ്റ്റ്വെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പം അവിടെ വരുന്ന ക്ലയൻസ് റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ലൈവ് പ്രൊജക്റ്റിൽ ബിൽഡ് ചെയ്യുന്നുണ്ടാവും.
ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ അവരോട് ചോദിച്ചത്, ഇപ്പൊ നമ്മളിപ്പോ ക്ലയന്റ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അപ്പൊ അതിൽ ഉപയോഗിക്കാൻ ടെക്നോളജിയാണ് നമ്മൾ എക്സ്പീരിയൻസ്. അതെ അതെ, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ഇപ്പൊ നമ്മളിപ്പോ എന്താണോ ഒരു ആ ക്ലയന്റ്. ടെക്നോളജി ആരാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡിപ്പെൻസ് അപ്പോൺ ആണെന്ന് ആരോ പറഞ്ഞു. അതായത് ഇപ്പം ചില ക്ലയൻസ് ഇപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പറയും ഈ ഒരു ടെക്നോളജി ഇപ്പൊ റിയാക്റ്റിൽ ചെയ്യണം അല്ലെങ്കിൽ നെക്സ്റ്റിൽ ചെയ്യണം എന്നുള്ളത് ചില ക്ലയൻസ് നമ്മളടുത്ത് ടെക്നോളജി പറഞ്ഞു തരും. ഓക്കെ, ചിലത് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവരെ റിക്വയർമെന്റ്സും ഡിസൈനും നോക്കിയിട്ട് നമ്മളായിരിക്കും അവർക്ക് ടെക്നോളജീസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, thank you so much for joining.